പ്രധാന വാർത്തകൾ. ആക്രമണത്തിന് പിന്നാലെ ചൈനീസ് അതിർത്തികളിൽ ആയുധവിന്യാസം. യുദ്ധവിമാനങ്ങളും കപ്പലുകളും അതിർത്തിയിലേക്ക് അയക്കാൻ കേന്ദ്രാനുമതി. ചൈനയുടെ കമാൻഡിംഗ് ഓഫീസർ അടക്കം 35 പേർ കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ്. ചൈനയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. വാരാണസിയിൽ ഷീ ജിൻപിങ്ങിന്റെ കോലം കത്തിച്ചു. പ്രവാസികളുമായി സംസ്ഥാനത്തേക്കുള്ള വിമാന സർവീസ് നിർത്താനൊരുങ്ങി വിദേശകാര്യ മന്ത്രാലയം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്രായോഗികമെന്ന് കേന്ദ്രം. കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമെന്ന നിലപാടിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ. ട്രൂനാറ്റ് റാപ്പിഡ് പരിശോധന നടത്തേണ്ടത് എംബസികളെന്നും മന്ത്രിസഭാ യോഗം. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കോവിഡ് ബാധിച്ച് മരിച്ചു. എടപ്പാടി പളനിസ്വാമി നിരീക്ഷണത്തിൽ പോകേണ്ടി വരും. ലോകത്ത് 24 മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ. ചില സംസ്ഥാനങ്ങളിലെ വൈകി വന്ന കണക്കുകൾ കൂടി ഉൾപ്പെടുത്തി മരണം 2003. വൈദ്യുതി ബില്ലിലെ അപാകത പരിഹരിക്കാൻ സാവകാശം തേടി KSEB. കൂടിയ ബിൽ തുക തവണകളായി അടയ്ക്കാമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. അടുത്ത ബില്ലോടെ പ്രശ്നപരിഹാരമെന്നും KSEBയുടെ ഉറപ്പ്. പെട്രോൾ ഡീസൽ വില തുടർച്ചയായ 11ാം ദിവസവും കൂട്ടി എണ്ണ കമ്പനികൾ. കോവിഡ് ഡ്യൂട്ടിയിലുള്ള KSRTC ബസ്സുകളിൽ പ്രത്യേക ഡ്രൈവർ ക്യാബിൻ. തലസ്ഥാനത്ത് ഡ്രൈവർക്ക് കോവിഡ് ബാധിച്ചതോടെ മുൻകരുതൽ ശക്തമാക്കുന്നതായി ഗതാഗത മന്ത്രി. പാപ്പനംകോട് ഡിപ്പോ അടച്ചു. ലൈംഗിക ആരോപണത്തിൽപ്പെട്ട 2 വൈദികർക്ക് പൗരോഹിത്യ വിലക്ക്. തലശ്ശേരി രൂപതാ നടപടി വൈദികരുടെ അശ്ലീല ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ. വിശ്വാസികൾക്കുണ്ടായ വേദനയിൽ മാപ്പപേക്ഷിച്ച് രൂപത. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അധിക ചെലവുമായി സംസ്ഥാന സർക്കാർ. സേഫ് കേരള പദ്ധതിക്കായി വാടകയ്ക്കെടുത്തത് 66 ഇലക്ട്രിക് SUVകൾ. പ്രതിമാസ വാടക 35,000 രൂപ. ലഡാക്ക് അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് സൈനിക സന്നാഹം ശക്തമാക്കി ഇന്ത്യ. 3 സേനാ മേധാവികളോടും എന്തിനും തയ്യാറെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. അതിർത്തിയിലെ സാഹചര്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി. സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഇന്ത്യ നിർത്തിവെച്ചു. 20 സൈനികർ വീരമൃത്യു വരിച്ച സാഹചര്യത്തിൽ ലഡാക്ക് അതിർത്തിയിൽ സൈനിക നീക്കം ഇന്ത്യ സജീവമാക്കി. കര, നാവിക, വ്യോമസേനകളോട് എന്ത് സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സർക്കാർ നിർദ്ദേശിച്ചു. ആയുധങ്ങളും വാഹനങ്ങളും അതിർത്തി പ്രദേശങ്ങളിലേക്ക് നീക്കം. മലാക്ക കടലിടുക്കിലേക്ക് നീങ്ങാൻ നാവികസേനയ്ക്കും നിർദ്ദേശം നൽകി. ചൈനയുടെ നീക്കങ്ങൾ തടയുന്നതിന് ആവശ്യമെങ്കിൽ ഇൻഡോ പസഫിക് മേഖലയിലേക്കും നീങ്ങാൻ അനുമതിയുണ്ട്. പോർവിമാനങ്ങൾ അതിർത്തിക്ക് സമീപമുള്ള വ്യോമതാവളങ്ങളിലേക്ക് മാറ്റും. അടിയന്തരമായി ആയുധങ്ങൾ വാങ്ങുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. 3 സേനാ വിഭാഗങ്ങളുടെയും ഏകോപനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തിനാണ്. അതിർത്തിയിലെ സാഹചര്യങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ചർച്ച ചെയ്തു. വിദേശമന്ത്രി S ജയശങ്കറിന് പുറമെ സേനാ തലവന്മാരും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പങ്കെടുത്തു. ലഡാക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഉച്ചതിരിഞ്ഞ് ഗാൽവൻ താഴ്വരയിൽ മേജർ ജനറൽമാരുടെ തലത്തിൽ ചർച്ച നടക്കുമെന്ന റിപ്പോർട്ടുകൾ സർക്കാർ വൃത്തങ്ങൾ തള്ളി. അതേസമയം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് വേദനാജനകമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തു. ഇവരുടെ ജീവത്യാഗം രാജ്യം മറക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലുള്ള ചൈന അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ ITBP സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കിന്നോർ, ലാഹോൽ, സ്പിതി എന്നിവിടങ്ങളിലാണ് സുരക്ഷ ശക്തമാക്കിയത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലും സമീപ പ്രദേശങ്ങളിലും ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം തുടരുന്നുവെന്ന് റിപ്പോർട്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമി തന്ത്രപ്രധാനമായ പല മേഖലകളിൽ നിന്നും പിന്മാറിയിട്ടില്ല. ചൈനീസ് സൈന്യം എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയതായി ചൈനീസ് സർക്കാരിന്റെ മുഖപത്രം ഗ്ലോബൽ ടൈംസ് വ്യക്തമാക്കി. ഗാൽവൻ താഴ്വരയിൽ നിന്നും ഇരുസേനകളും പിന്മാറ്റം തുടങ്ങിയെന്ന് കരസേന കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ജൂൺ 6-നുണ്ടായ ധാരണാപ്രകാരം 20ഓളം ടെന്റുകൾ നീക്കം ചെയ്ത ചൈന ആ പ്രദേശത്ത് വീണ്ടും നിർമ്മാണം നടത്തിയത് ചോദ്യം ചെയ്തതാണ് ഏറ്റുമുട്ടലിന് വഴിവെച്ചത്. പെട്രോളിംഗ് പോയിന്റ് 14-ന് സമീപം 50ഓളം ഇന്ത്യൻ സൈനികരും 300ഓളം ചൈനീസ് സൈനികരുമാണ് കായികമായി ഏറ്റുമുട്ടിയത്. എന്നാൽ ഗാൽവനിലെ ദിബാങ് പ്രദേശത്തും ഉത്തരാഖണ്ഡിലെ ഹാർസിൽ മേഖലയിലും ചൈനീസ് സൈന്യം കടന്നുകയറ്റം തുടരുന്നു. അതിർത്തി പ്രദേശത്ത് ചൈനീസ് സേന യുദ്ധ അഭ്യാസ പ്രകടനങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി ചൈനീസ് മുഖപത്രം ഗ്ലോബൽ ടൈംസ് വ്യക്തമാക്കി. പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റ് മിലിറ്ററി കമാൻഡ് രാത്രികാല യുദ്ധാഭ്യാസ പ്രകടനം പ്രദേശത്ത് നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. പാരാട്രൂപ്പർമാരെയും യുദ്ധവാഹനങ്ങളെയും നിയന്ത്രണ രേഖയ്ക്ക് സമീപം എത്തിച്ചതായും സൂചനയുണ്ട്. ദീർഘദൂര ഹോവിസ്റ്റർ തോക്കുകളും മിസൈലുകളും ടൈപ്പ് 15 ടാങ്കുകളും ചൈന അതിർത്തിക്ക് സമീപം എത്തിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.
ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം ഇന്ത്യ ചൈന വ്യാപാര ബന്ധത്തെ ഉടൻ ബാധിക്കില്ല. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികാഘോഷം വേണ്ടെന്ന് വയ്ക്കും. ചൈനയുടെ അതിക്രമത്തിനെതിരെ ഉത്തരേന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിർത്തി സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ ഉടൻ ബാധിക്കില്ല. സാമ്പത്തിക രംഗത്ത് ഏറ്റുമുട്ടാൻ നിലവിൽ ആലോചനകളൊന്നുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തിയിലെ സാഹചര്യം വെച്ച് ഒരു രാജ്യത്തെയും ലക്ഷ്യം വെക്കുന്നില്ല. അതേസമയം IT മേഖലയിൽ ചൈനീസ് കമ്പനികളുടെ പങ്കാളിത്തം നിയന്ത്രിക്കും. 5G പരീക്ഷണത്തിൽ നിന്നും ചൈനീസ് കമ്പനിയായ വാവെ, ZTE എന്നീ കമ്പനികളെ ഒഴിവാക്കിയേക്കും. ചൈനീസ് കമ്പനികളുടെ നിക്ഷേപങ്ങൾക്ക് മുൻകൂർ അനുമതി വേണമെന്ന് വ്യക്തമാക്കി വിദേശ നിക്ഷേപ ചട്ടങ്ങളിൽ സർക്കാർ നേരത്തെ ഭേദഗതി വരുത്തിയിരുന്നു. അതിർത്തി സംഘർഷത്തെ തുടർന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും ഇന്ത്യയിൽ ശക്തമായിട്ടുണ്ട്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം 70 പരിപാടികളോടെ ഇരു രാജ്യത്തുമായി ആഘോഷിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ലഡാക്കിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈന സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിവാക്കും. ആഘോഷ പരിപാടികളും വേണ്ടെന്ന് വെക്കും. ഹോങ്കോങ്ങിലെ പ്രതിഷേധം, കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അമേരിക്കയുമായുള്ള ബന്ധത്തിലെ വിള്ളൽ തുടങ്ങിയവയൊക്കെ ചൈനീസ് ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് കരുതിക്കൂട്ടി സംഘർഷമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ചൈനയ്ക്കെതിരെ ഡൽഹിയിലും UPയിലും ഗുജറാത്തിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം അരങ്ങേറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ചൈനയുടെ ആക്രമണത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ്. പ്രധാനമന്ത്രി എന്തിനാണ് ഒളിക്കുന്നതെന്നും സൈനികരെ കൊല്ലാൻ ചൈനയ്ക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. മണ്ണും പരമാധികാരവും ഭീഷണി നേരിടുകയാണെന്ന് പ്രിയങ്ക ഗാന്ധിയും വിമർശിച്ചു. ലഡാക്കിലെ ഗാൽവിൻ താഴ്വരയിലെ ചൈനീസ് ആക്രമണത്തിൽ സൈനികർ ധീരമൃത്യു വരിച്ചതിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും വിമർശിക്കുകയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് എന്തിനെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അദ്ദേഹം എന്തിനാണ് ഒളിക്കുന്നത്? എല്ലാത്തിനുമൊരു പരിധിയുണ്ട്. സത്യമെന്തെന്ന് രാജ്യത്തിനറിയണം. നമ്മുടെ സൈനികരെ കൊല്ലാനും ഭൂമി പിടിച്ചെടുക്കാനും ചൈനയ്ക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. 2 दिन पहले हिंदुस्तान के 20 सैनिक शहीद हुए, उनको उनके परिवारों से छीना गया. चाइना ने हिंदुस्तान की जमीन छीनी है, हमारी जमीन हड़पी है. സത്യമെന്തെന്നറിയാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ചൈനയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. മണ്ണ് കൈയടക്കും മുമ്പ് എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വം രാജ്യത്തിനുണ്ടെന്ന് ചൈനയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ഇന്ത്യ ചൈന അതിർത്തിയിൽ വീരമൃത്യു വരിച്ച തെലങ്കാന സ്വദേശി കേണൽ B. സന്തോഷ് ബാബു 16 വർഷമായി ബീഹാർ റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാനഗറിലെ വീട്ടിലേക്ക് ആശ്വാസവാക്കുകളുമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേയൊരു മകനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട്. പക്ഷേ അവൻ രാജ്യത്തിനു വേണ്ടിയാണ് ജീവൻ കൊടുത്തത് എന്നോർക്കുമ്പോൾ അഭിമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ വീരമൃത്യു വരിച്ച കേണൽ B. സന്തോഷ് ബാബുവിന്റെ അമ്മ മഞ്ജുള കണ്ണീരടക്കി പറയുന്നു. തെലങ്കാനയിലെ ചെറുനഗരമായ വിദ്യാനഗറിലെ വീട്ടിൽ അമ്മയും അച്ഛൻ ഉപേന്ദ്രമാണുള്ളത്. പട്ടാളക്കാരനാകാനുള്ള ആഗ്രഹം നടക്കാതെ പോയ ഉപേന്ദർ മകനെ 6ാം വയസ്സിൽ തന്നെ സൈനിക സ്കൂളിൽ ചേർത്തു. 16 വർഷമായി ബീഹാർ റെജിമെന്റിലുള്ള കേണൽ 1.5 വർഷം മുൻപാണ് ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് മാറിയത്. സെപ്റ്റംബറിൽ ഹൈദരാബാദിലേക്ക് സ്ഥലമാറ്റം ലഭിക്കാനിരിക്കെയാണ് വീരമൃത്യു. കേണൽ സന്തോഷിന്റെ ഭാര്യ സന്തോഷി ഡൽഹിയിലാണ് താമസം. 9 വയസ്സുള്ള അഭിജ്ഞയും 4 വയസ്സുള്ള അനിലുമാണ് മക്കൾ. കേണലിന്റെ విద్యానగర్ലെ వీటిലേക്ക് ఆశ్వాసవాక్కులుമായി నిరవధి పేరెత్తునుండా. మిలిటరీ దాడిలో మరణించిన కల్నల్ సంతోష్ బాబు మరణానికి తీవ్ర సంతాపం తెలియజేస్తా ఉన్నాం. వారి కుటుంబ సభ్యులను ఇక్కడ కలిసి మాట్లాడడం జరిగింది. ഞായറാഴ്ചയാണ് കേണൽ അവസാനമായി അമ്മയോട് സംസാരിച്ചത്. അതിർത്തിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പുറത്തുവരുന്ന വാർത്തകൾ വിശ്വസിക്കേണ്ട എന്നും പറഞ്ഞു. കേണലിന്റെ മൃതദേഹം പ്രത്യേക വിമാനത്തിൽ ഇന്ന് തെലങ്കാനയിലെ വീട്ടിലെത്തിക്കും. മാതൃഭൂമി ന്യൂസ്, ഹൈദരാബാദ്. കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. കോവിഡ് പരിശോധന നിർബന്ധമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അപ്രായോഗികമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. വന്ദേ ഭാരത് അട്ടിമറിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്നും കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. P. ബസന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബസന്ത്, ഇന്ന് കേരളത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. കോവിഡ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം എന്ന് പ്രവാസികൾക്ക്. പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടാണല്ലോ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ.
മഞ്ജുഷ, ഇത് കേരളം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇത് പ്രായോഗികമല്ല എന്നുള്ളൊരു നിലപാടാണ് അന്ന് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചത്. ഇതിനെ തുടർന്നിട്ടാണ് എംബസികൾ മുഖേന ഇത്തരത്തിലൊരു പരിശോധന നടത്തി പ്രവാസികളെ കേരളത്തിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മന്ത്രിസഭാ തീരുമാനം ഉണ്ടായത്. പക്ഷേ ഇതും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. പ്രധാനമായും എംബസികളുമായി ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ എംബസികളൊക്കെ തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്ന, അതായത് കോവിഡ് പരിശോധന അതാത് എംബസികൾ മുഖേന യാത്രക്കാർക്ക് നടത്തുന്നതും നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ പ്രായോഗികമല്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വന്ദേ ഭാരത് മിഷനെ അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് ഈ ഇത്തരത്തിലൊരു നിബന്ധന കേരള സർക്കാർ വെക്കുന്നത് എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വിദേശ വൃത്തങ്ങൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു നിർബന്ധം സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഈ വന്ദേ ഭാരത് മിഷനിൽ കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഇപ്പോൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കണ്ണൂരേക്ക് വരേണ്ട വിമാനം ചിലപ്പോൾ മംഗലാപുരത്തിലേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരേണ്ട വിമാനം കോയമ്പത്തൂരിലേക്കോ മാറ്റിവിടേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ നിലനിൽക്കുന്നു. കോഴിക്കോട് വരേണ്ട വിമാനം ചിലപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഈ നിലപാട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ആവശ്യം പ്രായോഗികമല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത്. പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രവാസികളുടെ പ്രതിഷേധത്തിനിടയിലും വിദേശത്ത് നിന്ന് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കോവിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് വിദേശത്ത് നിന്ന് സ്വകാര്യ ചാർട്ടർ വിമാനങ്ങൾ വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ മാറ്റം വരുത്തേണ്ടെന്നാണ് മന്ത്രിസഭാ തീരുമാനം. എന്നാൽ പരിശോധനയ്ക്കുള്ള ചെലവും ഫലം ലഭിക്കാനുള്ള താമസവും ചൂണ്ടിക്കാട്ടി പ്രവാസി സമൂഹം പ്രതിഷേധിക്കുന്നതുകൊണ്ടാണ് മറ്റു മാർഗങ്ങൾ അവലംബിക്കാൻ ആവശ്യപ്പെടുന്നത്. ക്ഷയരോഗ പരിശോധനാ മെഷീനിൽ കോവിഡ് കാർട്രിഡ്ജ് ഉപയോഗിച്ചുള്ള ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് നടത്തണമെന്നാവശ്യപ്പെടാനാണ് മന്ത്രിസഭാ തീരുമാനം. 1 മണിക്കൂറിനുള്ളിൽ ഫലമറിയാവുന്ന ട്രൂനാറ്റ് ടെസ്റ്റ് വിമാനത്താവളത്തിൽ തന്നെ നടത്താം. ഇതിന് എംബസികൾ വഴി സൗകര്യം ഉറപ്പാക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. കുറഞ്ഞ ചിലവ് വരുന്ന ട്രൂനാറ്റ് ടെസ്റ്റ് വിമാനം ചാർട്ടർ ചെയ്യുന്ന ഏജൻസികൾക്ക് തന്നെ ഒരുക്കാവുന്നതാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1500 പേരെ നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിൽ 200 പേർ വനിതകളായിരിക്കും. ജലവിഭവ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ബി അശോകനെ സപ്ലൈകോ MD ആയി നിയമിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രവാസികളോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 19-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസമിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് ക്രൂരതയാണ്. പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കോവിഡ് ബാധിച്ച് മരിച്ചു. മധുര സ്വദേശി ദാമോദരനാണ് മരിച്ചത്. കർണാടകത്തിലും തെലങ്കാനയിലും സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം കൂടുകയാണ്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിനൊപ്പം മരണസംഖ്യയും കൂടുന്ന തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും കോവിഡ് ചികിത്സയിലിരിക്കെ മരിച്ചു. ഓഫീസിൽ പ്രധാന ചുമതലകൾ വഹിച്ച മധുര സ്വദേശി ദാമോദരനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഓഫീസിലെ മറ്റ് 4 ജീവനക്കാർക്കൊപ്പം ജൂൺ 12-നാണ് ദാമോദരന് കോവിഡ് സ്ഥിരീകരിച്ചത്. ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു മരണം. സെക്രട്ടേറിയറ്റിലെ 50-ലധികം ജീവനക്കാർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെ നിൽക്കുകയാണെങ്കിലും രോഗമുക്തി നേരിടുന്നവരുടെ എണ്ണം കൂടുന്നത് ആശ്വാസമാണ്. അതിനിടെ തമിഴ്നാടുമായുള്ള എല്ലാ അതിർത്തിയും പുതുച്ചേരി അടച്ചു. കടലൂർ, വിഴുപുരം എന്നിവിടങ്ങളിലുള്ള അതിർത്തിയാണ് അടച്ചത്. മെഡിക്കൽ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും കോവിഡ് ഇല്ല എന്ന് സർട്ടിഫിക്കറ്റുമായി വിദേശത്തു നിന്നും വരുന്നവർക്കും മാത്രമാണ് സംസ്ഥാനത്തേക്ക് കടക്കാൻ അനുമതി നൽകുക. ബംഗളൂരുവിലും ഹൈദരാബാദിലും കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ വൈറസ് പകരുന്നു. 175 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് നിലവിൽ ബംഗളൂരുവിലുള്ളത്. നദീറയ്ക്കൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. രാജ്യത്തെ കോവിഡ് മരണം 11,903 കോവിഡ് രോഗികളുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ള ആശുപത്രി ജീവനക്കാർ ഒരാഴ്ച ക്വാറന്റീനിൽ പോകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം നിഷേധിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇന്നലെ കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 331. അതേസമയം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന മഹാരാഷ്ട്രയിലെ 1328-ഉം ഡൽഹിയിലെ 344-ഉം തമിഴ്നാട്ടിലെ 49 മരണങ്ങൾ കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെടുത്തി.
ഇതോടെ മരണസംഖ്യയിൽ 2003 വർധനവുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 10,974 പേർക്ക് പുതുതായി വൈറസ് റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,54,065. കോവിഡ് രോഗികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഒരാഴ്ച ക്വാറന്റീൻ ഏർപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവർക്ക് ശമ്പളം കൃത്യമായി നൽകാത്തവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇതിനിടെ ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് ഇന്നൊരു മലയാളി കൂടി മരിച്ചു. തിരുവല്ല ഓതറ സ്വദേശി റേച്ചൽ ജോസഫാണ് മരിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ലോക്ക്ഡൌൺ കാരണം മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ചിലർക്ക് വലിയ തുകയുടെ ബിൽ കിട്ടിയതെന്ന് KSEB ഹൈക്കോടതിയെ അറിയിച്ചു. ഉപഭോക്താവ് ബിൽ തുകയുടെ 70% ഇപ്പോൾ അടച്ചാൽ മതി. ലോക്ക്ഡൌൺ കാലയളവിൽ ബില്ലടയ്ക്കാത്തതിന് ആരുടെയും കണക്ഷൻ വിച്ഛേദിക്കില്ലെന്നും സത്യവാങ്മൂലത്തിൽ KSEB ഹൈക്കോടതിയെ അറിയിച്ചു. അമിത ബിൽ ചോദ്യം ചെയ്തുള്ള ഹർജിയിലെ മറുപടി സത്യവാങ്മൂലത്തിലാണ് ലോക്ക്ഡൌൺ മൂലം മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവസാന 3 ബില്ലുകളുടെ ശരാശരി കണക്കാക്കി ഉപഭോക്താവിന് ബില്ല് നൽകുകയായിരുന്നുവെന്ന് KSEB വ്യക്തമാക്കിയത്. അമിത ചാർജ് ഈടാക്കിയതല്ലെന്ന് KSEB പറയുന്നു. ഈ സാഹചര്യത്തിൽ ഉപഭോക്താവ് ബിൽ തുകയുടെ 70% അടച്ചാൽ മതിയെന്ന് KSEB കോടതിയെ അറിയിച്ചു. തവണകളായി ബില്ലടയ്ക്കാനും അവസരം നൽകും. ലോക്ക്ഡൌൺ കാലയളവിലെ ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ ആരുടെയും കണക്ഷൻ വിച്ഛേദിക്കില്ലെന്നും ബോർഡ് ഹൈക്കോടതിയിൽ ഉറപ്പു നൽകി. ബില്ലടയ്ക്കാൻ വൈകുന്നവരിൽ നിന്ന് തൽക്കാലം പിഴ ഈടാക്കില്ല. വ്യവസായ, വാണിജ്യ, ആശുപത്രി കണക്ഷനുകളുടെ ഫിക്സഡ് ചാർജിൽ 25% വരെ തൽക്കാലം ഇളവ് നൽകാൻ തീരുമാനിച്ചതായും KSEB വ്യക്തമാക്കി. ഓൺലൈൻ ഇടപാടിൽ ട്രാൻസാക്ഷൻ ചാർജ് വേണ്ടിവന്നാൽ അത് ഉപഭോക്താവ് നൽകേണ്ടി വരില്ല, KSEB നൽകും. അതേസമയം വൈദ്യുതി ചാർജ് പ്രതിമാസമാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അമിത ജോലിഭാരമുണ്ടാക്കുമെന്നും പ്രായോഗികമല്ലെന്നും KSEB കോടതിയെ അറിയിച്ചു. അമിത തുക ഈടാക്കുന്നതിനെതിരെ മൂവാറ്റുപുഴ സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് വിധി പറയാൻ മാറ്റി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇന്ധനവില വീണ്ടും കൂട്ടി. ഡീസൽ ലിറ്ററിന് 57 പൈസയും പെട്രോൾ ലിറ്ററിന് 55 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. 11 ദിവസം കൊണ്ട് ഡീസലിന് 6 രൂപ 8 പൈസയും പെട്രോളിന് 6 രൂപ 3 പൈസയുമാണ് കൂടിയത്. ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച ജൂൺ 7 മുതൽ കത്തിക്കയറി തുടങ്ങിയ പെട്രോൾ ഡീസൽ വില ഒട്ടും കുറയാതെ ഇന്നും മുകളിലേക്കാണ്. ഇന്നലെ ഡീസലിന് 54 പൈസയും പെട്രോളിന് 47 പൈസയുമാണ് കൂടിയതെങ്കിൽ ഇതും മറികടന്ന് ഇന്ന് ഡീസൽ ലിറ്ററിന് 57 പൈസയും പെട്രോൾ ലിറ്ററിന് 55 പൈസയുമാണ് കൂടിയത്. 11 ദിവസം കൊണ്ട് ഇതുവരെയുണ്ടായ വർധന ഡീസലിന് 6 രൂപ 8 പൈസയുടേതും പെട്രോളിന് 6 രൂപ 3 പൈസയുടേതുമാണ്. തങ്ങളുടെ നഷ്ടം നികത്താൻ എണ്ണ കമ്പനികൾ പ്രതിദിനം വില കൂട്ടുകയാണ്. ഇന്ധനവില കത്തിക്കയറുമ്പോഴും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല. വിൽപ്പന നികുതിയിൽ സംസ്ഥാനവും ഇളവ് വരുത്തിയിട്ടില്ല. ഇന്ധനവില കൂട്ടിത്തുടങ്ങിയ ജൂൺ 7 മുൻപ് 100 ലിറ്റർ ഡീസൽ നിറച്ച ഒരാൾക്ക് ഇന്ന് അതേ അളവ് ഡീസൽ നിറച്ചാലുണ്ടാകുന്ന അധിക ബാധ്യത 680 രൂപയുടേതാണ്. ഇതേ അളവിൽ പെട്രോൾ വില വർധന നോക്കിയാലുണ്ടാകുന്ന അധിക ചെലവ് 630 രൂപയുടേതാണ്. ഇതേ നിലയിൽ പോയാൽ ഈ ആഴ്ച അവസാനത്തോടെ പെട്രോൾ വില ലിറ്ററിന് 80 രൂപ കടന്നേക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, എന്തായിരുന്നു KSUവിന്റെ ആവശ്യം? മഞ്ജുഷെ, യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും സ്റ്റാച്യു ജംഗ്ഷനിലും ഉള്ളത്. വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്, പ്രത്യേകിച്ച് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലെ ക്രമക്കേടുകൾ, ദേവിക മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSU പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് സംഘർഷം ഉടലെടുത്തത്. ബാരിക്കേഡ് മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും റോഡ് ഉപരോധിച്ച ശേഷം പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പോലീസിന് നേരെ ചെരുപ്പേറും കല്ലേറും ഉണ്ടായി. ഈ ഒരു സമയത്താണ് പോലീസ് ആദ്യ ഗ്രനേഡ് പൊട്ടിച്ചത്. ആ ഗ്രനേഡ് പൊട്ടിയതോടുകൂടി
കുറച്ച് പ്രവർത്തകർ സ്റ്റാച്യു ഭാഗത്തേക്ക് ഓടിപ്പോയി. ശേഷിച്ച പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ പ്രകോപനവുമായി എത്തി. ഈ സമയത്താണ് പോലീസ് വീണ്ടും ഗ്രനേഡ് ഉപയോഗിച്ചു. 2 തവണ ഗ്രനേഡും 1 തവണ കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും ഒരു ഗ്രനേഡ് ആ വിദ്യാർത്ഥികൾക്ക് നേരെ തന്നെ ഗ്രനേഡ് പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഈ രീതിയിൽ സ്റ്റാച്യു ജംഗ്ഷൻ മുതൽ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് വരെയുള്ള ഒരു ഭാഗം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ കുറെ കാലത്തിന് ശേഷം ലോക്ക്ഡൌൺ ഇടവേളയ്ക്കൊക്കെ ശേഷം വീണ്ടും ഈ നോർത്ത് ഗേറ്റ് സമരഭൂമിയായി മാറുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടുകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടാണ് KSU പ്രവർത്തകർ ഈ മാർച്ചിലേക്ക് വന്നത്. ഇപ്പോൾ KM അഭിജിത്ത് പോലീസുകാരുമായി കയർക്കുന്ന ഒരു ദൃശ്യം കാണാം. പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിൽ ആണ് ഇപ്പോൾ KSU പ്രവർത്തകർ പ്രകോപിതരായിരിക്കുന്നത്. ഏതായാലും പോലീസും KSU പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. വലിയ ഒരു തെരുവ് യുദ്ധത്തിന്റെ സമാനമായ അവസ്ഥയിലേക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡിന്റെ ആ ഭാഗം മാറിയിരിക്കുന്നു. മഞ്ജുഷ. അനന്തൻ, കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടം കൂടുവാൻ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കുറവല്ലേ KSU പ്രവർത്തകർ ഇപ്പോൾ? യാതൊരു തരത്തിലും ഗ്രനേഡ് ഉപയോഗിക്കേണ്ട സാഹചര്യമില്ല. വൈദ്യുതിച്ചുവിടാൻ വേണ്ടി പോലീസ് തന്നെ 7 തരത്തിലുള്ള നമ്മളതിൽ തലവെച്ച് കൊടുക്കാൻ നമ്മളില്ല. നമ്മളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പുസ്തകമാണ് ഇത്. മാറ്റമാണെങ്കിൽ എങ്ങനെ തൊഴിലെടുക്കണമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടറുകളിലേക്ക് ഇതേ വിഷയം KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. KSRTC ഡ്രൈവർക്ക് കോവിഡ് ബാധിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോ 2 ദിവസത്തേക്ക് അടച്ചു. സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലെന്ന് പരാതിപ്പെട്ട് ഡിപ്പോയിലെ ജീവനക്കാർ പ്രതിഷേധിച്ചു. ഡ്രൈവർമാർക്ക് പ്രത്യേക ക്യാബിൻ ഒരുക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പാപ്പനംകോട് KSRTC ഡിപ്പോയിൽ ഡ്രൈവറായ തൃശൂർ സ്വദേശിക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഡിപ്പോ 2 ദിവസത്തേക്ക് അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചത്. ഇയാൾ ഡിപ്പോയിൽ താമസിച്ചിരുന്ന മുറിയും ഡിപ്പോയിലെ ബസ്സുകളും അണുയുക്തമാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാർ രാവിലെ പ്രതിഷേധിച്ചിരുന്നു. സാനിറ്റൈസറും മാസ്കുകളും നൽകണമെന്നും ആവശ്യപ്പെട്ട ജീവനക്കാർ ഡിപ്പോയിൽ ഡ്യൂട്ടിക്ക് കയറിയില്ല. ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി. അടിയന്തരമായി ഇത്തരം സർവീസുകൾ നടത്തുന്ന ബസ്സുകളിലേക്ക് ആദ്യമായി പ്രത്യേകമായ ക്യാബിൻ തയ്യാറാക്കി ഡ്രൈവർമാരെ സംരക്ഷിക്കുക. കണ്ടക്ടർമാരുടെ കാര്യത്തിൽ കൂടുതൽ ഗ്ലൗസുകളും മാസ്കുകൾ നൽകുക എന്നതാണ്. അണുയുക്തമാക്കുന്ന നടപടികൾക്കായാണ് ഡിപ്പോ അടച്ചത്. രോഗം സ്ഥിരീകരിച്ച ഡ്രൈവറുമായി അടുത്തിടപഴകിയ ജീവനക്കാരെ നിരീക്ഷണത്തിലാക്കും. ബസ് സഞ്ചരിച്ച സ്ഥലങ്ങളിലും ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്.
ജില്ലയിൽ മണക്കാടുള്ള മൊബൈൽ ഷോപ്പ് ജീവനക്കാരന് രോഗം സ്ഥിരീകരിച്ചതിൽ ഉറവിടം ഇതുവരെ കണ്ടെത്താനായില്ല. ഇയാളുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആശാപ്രവർത്തകയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ച കാട്ടാക്കടയിൽ നിലവിലെ 10 വാർഡുകൾക്ക് പുറമെ കൂടുതൽ മേഖലകൾ ഹോട്ട്സ്പോട്ടുകളാക്കിയേക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കടുത്ത പ്രതിസന്ധിയിലാണ് കണ്ണൂർ KSRTC ഡിപ്പോ. പതിവ് സർവീസുകൾക്ക് പുറമെ കോവിഡ് ജോലികൾ കൂടി വന്നതോടെ ആശങ്കയിലാണ് ജീവനക്കാർ. കണ്ണൂരിൽ ഒരു ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. 60 ജീവനക്കാരാണ് ഇതുമൂലം ക്വാറന്റൈനിൽ പോകേണ്ടി വന്നത്. ശോചനീയമാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും ജീവനക്കാരുടെ താമസ കേന്ദ്രങ്ങൾ. ചോർന്നൊലിക്കുന്നതിനാൽ വനിതകളുടെ വിശ്രമമുറിയാണ് തലശ്ശേരിയിൽ താമസ സ്ഥലമായി ഉപയോഗിക്കുന്നത്. അതിലും ദയനീയമാണ് കണ്ണൂരിലെ മുറി. വിമാനത്താവള ജോലി ചെയ്തവർ പോലും മറ്റുള്ളവരുമായി ഇടപഴകി കിടക്കേണ്ട അവസ്ഥയാണ് കണ്ണൂരിൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാരെയും കൊണ്ട് തലശ്ശേരിയിലെത്തിയവർ മറ്റു ജീവനക്കാർക്കൊപ്പം ഒരേ മുറിയിൽ വിശ്രമിക്കേണ്ടി വന്നതായും പരാതിയുണ്ട്. വിമാനത്താവള സർവീസ് കഴിഞ്ഞെത്തുന്ന ബസ്സുകൾ മതിയായ രീതിയിൽ അണുവിമുക്തമാക്കുന്നില്ല. ഡ്രൈവറെയും യാത്രക്കാരെയും വേർതിരിക്കുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ ഇല്ല എന്നിങ്ങനെ പോകുന്നു പരാതികൾ. ക്വാറന്റൈൻ കാലാവധി തീരും മുമ്പ് ജീവനക്കാരെ ജോലിക്ക് തിരിച്ചു വിളിച്ചതായും പരാതിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. പെരുമാറ്റ ദൂഷ്യ ആരോപണത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ 2 വൈദികർക്ക് കത്തോലിക്ക സഭ പൗരോഹിത്യ വിലക്ക് ഏർപ്പെടുത്തി. പരാതിക്കാരിയായ യുവതിയുടെ ശബ്ദരേഖകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞതോടെയാണ് സഭാ നേതൃത്വം നടപടിയെടുത്തത്. പൊട്ടൻപ്ലാവ് സെന്റ് ജോസഫ് ദേവാലയം വികാരി ഫാദർ മാത്യു മുല്ലപ്പള്ളി, ചെറുപുഴ രാജഗിരി സെയിന്റ് അഗസ്റ്റിൻ ദേവാലയം വികാരി ഫാദർ ജോസഫ് പൂത്തോട്ടാൽ എന്നിവർക്കെതിരെയാണ് വിലക്ക്. സ്വഭാവദൂഷ്യ വിവരങ്ങൾ പുറം ലോകമറിഞ്ഞതോടെ മാപ്പപേക്ഷയുമായി സഭാ നേതൃത്വം രംഗത്ത് വന്നു. വൈദികരുടെ ഭാഗത്തു നിന്നും വിശ്വാസികൾക്ക് ഇടർച്ചയുണ്ടാകുന്ന പ്രവൃത്തികൾ ഉണ്ടായി എന്നും അതിനാലാണ് നടപടിയെന്നും സഭയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. തലശ്ശേരി അതിരൂപത അംഗമായ ഫാദർ മാത്യു മുല്ലപ്പള്ളി യുവതിയുമായി നടത്തിയ അശ്ലീല ഫോൺ സംഭാഷണമാണ് ആദ്യം പുറത്തു വന്നത്. തുടർന്ന് അദ്ദേഹത്തെ അജപരിപാലന ശുശ്രൂഷയിൽ നിന്നും നീക്കി. പിന്നീട് ഇതേ യുവതിയിൽ നിന്നു തന്നെ ഫാദർ ജോസഫ് പൂത്തോട്ടലിനെതിരെയും സ്വഭാവദൂഷ്യ പരാതി പുറത്തു വന്നു. തുടർന്ന് ജോസഫ് പൂത്തോട്ടലിനെതിരെയും നടപടിയെടുക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. കോവിഡിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അധിക ചെലവുമായി സംസ്ഥാന സർക്കാർ സേഫ് കേരള പദ്ധതിക്കായി 66 ഇലക്ട്രിക് SUVകൾ വാടകയ്ക്കെടുക്കുകയാണ് സർക്കാർ. പ്രതിമാസം 35,000 രൂപ വാടകയ്ക്കാണ് വാഹനങ്ങൾ വാങ്ങുന്നത്. ലോക്ക്ഡൌണിനെ തുടർന്ന് നികുതി വരുമാനം പൂർണ്ണമായും നിലച്ച് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഏതൊക്കെ മേഖലയിൽ ചെലവ് ചുരുക്കണമെന്ന നിർദ്ദേശം സമർപ്പിക്കാൻ ഒരു കമ്മീഷനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് സർക്കാർ. എങ്കിലും മറുഭാഗത്ത് അധിക ചെലവുകൾ ഒരു മുടക്കവുമില്ലാതെ തുടരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിക്കായി 66 ഇലക്ട്രിക് വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാനാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. 65 ടാറ്റ നെക്സോൺ വാഹനങ്ങളും ഒരു ഹുണ്ടായി കോന വാഹനവുമാണ് വാടകയ്ക്കെടുക്കുന്നത്. ടാറ്റ നെക്സോണിന് പ്രതിമാസം 35,000 രൂപയും ടാക്സുമാണ് വാടക. ഹുണ്ടായി കോനയ്ക്ക് 50,000 രൂപയും ടാക്സും. പ്രതിമാസം 30 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാൻ ചെലവ് വരുന്നത്. അനർട്ടിൽ നിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അഭ്യർത്ഥന പ്രകാരമാണ് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ഇപ്പോൾ തന്നെ ഇത്തരം അധിക ചെലവുകൾ വേണോ എന്ന് ബന്ധപ്പെട്ടവരാണ് ആലോചിക്കേണ്ടത്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇടവേള. ചൈനീസ് അതിർത്തിയിലെ സംഘർഷം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ ചേരുന്നു. ബാലു, കോൺഗ്രസിന്റെ വിമർശനമുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ രാജ്യത്തോട് സംസാരിക്കുന്നില്ല എന്ന്. ഇതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ സർവകക്ഷി യോഗം വിളിക്കാനുള്ള തീരുമാനം. എന്നാണ് സർവകക്ഷി യോഗം ചേരുക?
മഞ്ജുഷ 19-ാം തീയതി വൈകിട്ട് 5 മണിക്കായിരിക്കും സർവകക്ഷി യോഗം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ചൈന, അതായത് ഇന്ത്യ ചൈന ബോർഡർ വിഷയത്തിൽ, അതിർത്തി വിഷയത്തിൽ പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 19-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഈ സർവകക്ഷി യോഗം ചേരുന്നത്. പക്ഷേ വിർച്വലായിട്ട്, അതായത് ഓൺലൈനിലൂടെ ആയിരിക്കും ഈ സർവകക്ഷി യോഗം ചേരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാർക്ക് ഈ സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ട്വീറ്റിൽ ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ചൈനീസ് സംഘർഷം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു. ഈ മാസം 19-നാണ് സർവകക്ഷി യോഗം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇനി ഓൺലൈൻ പഠന സൗകര്യം കിട്ടാത്തത് 872 വിദ്യാർത്ഥികൾക്ക് മാത്രമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഇവർക്ക് റെക്കോർഡഡ് ക്ലാസുകൾ നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും സർക്കാർ. കോവിഡ് കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പുതിയ ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. ഇതിനുവേണ്ടിയാണ് ദേവസ്വം ഭൂമി കൃഷിക്ക് പാട്ടത്തിന് നൽകാൻ ആലോചിച്ചതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ബാങ്കിന്റെ ചില്ലുവാതിൽ തകർന്ന് മരിച്ച കാലടി മാങ്കുഴി സ്വദേശി ബീനയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ മങ്കുഴി ഹോളി ഫാമിലി പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ചടങ്ങ്. എറണാകുളത്ത് കോവിഡ് ചികിത്സയ്ക്ക് സിയാൽ കൺവെൻഷൻ സെന്ററും ഹജ്ജ് ഹൗസുമാണ് ഉടൻ ഏറ്റെടുക്കും. രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് ബാധിതർക്കാവും ഇവിടെ ചികിത്സ നൽകുക. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് വൈകും. ജൂൺ 30-നകം റിപ്പോർട്ട് നൽകാനാണ് കരാറെങ്കിലും കോവിഡ് കാരണം പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പ്രാദേശിക വാർത്തകൾ.